അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഇപ്പോ, ഒറ്റക്കണ്ണ്. അതുകൊണ്ടാണ് അമേരിക്കന്റെ $1 മുകളിൽ എന്തുണ്ട്, ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കണ്ണ് പിശാച് മസീഹു ദജ്ജാലിന്റെ അടയാളമാണ്. ഇന്നഹു ശാബുൻ ഖതതുൻ അഅവറു ഐനിൽ യുംന, വലത് കണ്ണില്ലാത്ത ഒറ്റക്കണ്ണനാണ് മസീഹു ദജ്ജാൽ. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി. അവൻ ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾ പറഞ്ഞു ഇന്നഹു ഫീ ബഹരിൽ ശാം ഔ ഫീ ബഹരിൽ യമൻ, അവൻ ഒന്നുകിൽ ഷാമിന് അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടൽ. ഫലസ്തീനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ ഏതാ? ദ മെഡിറ്ററേനിയൻ, ബഹറുൽ ഔസത്ത് അല്ലെങ്കിൽ അൽ ബഹറുൽ അബിയദ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിലാണ് അവനുള്ളത്. സുഹാബിക്ക് സംശയം, നബി പറഞ്ഞത് ബഹറുൽ ഷാം എന്നാണോ ഔ ഫീ ബഹരിൽ യമൻ, അല്ല യമനിന് അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ അറിയൂല. രണ്ടാലൊന്നാ നബി പറഞ്ഞത്, ബഹറുൽ യമൻ ഔ ബഹറുൽ ഷാം. യമനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്, മറ്റൊന്ന് ഏതാണ്? ചുവന്ന നമ്മുടെ റെഡ് സീ, ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം. രണ്ടാലൊരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ? മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നിട്ടപ്പങ്ങൾ മസീഹു ദജ്ജാൽ തപ്പ നടക്കുന്നത്. അള്ളാഹ് പൂർത്തി വെച്ചാൽ നമുക്ക് കിട്ടുമോ? 100-300 ആളം കൊണ്ടുപോയ ഫ്ലൈറ്റിന് തുമ്പുമാലുമില്ല ഇപ്പോ. ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ്. എന്തെന്നറിയോ? നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്തെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചൊവ്വയൊക്കെ? അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ്. ഇന്നും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ. എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടെന്താ? മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് അള്ളാഹു അവനെ ഒളിപ്പിച്ചു വെച്ചതാണ്. അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ തെരഞ്ഞാൽ കിട്ടാനാണ്? അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട, കിട്ടൂല. തങ്ങൾ പറഞ്ഞു എവിടെന്നാ വരികയാണ്? ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് മസീഹു ദജ്ജാൽ കടന്നു വരാൻ പോകുന്നത്. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ്. അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. മസീഹു ദജ്ജാൽ ചെറുപ്പക്കാരനാണ്. 40 വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ അള്ളാഹു അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിൽ 309 കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ, പ്രായത്തിന്റെ വർധനവ് വരാതെ 7ഓളം ചെറുപ്പക്കാരെ എഞ്ചലൂസ് പർവ്വതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കിക്കിടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നില്ലേ? അള്ളാഹുവിന് വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെന്തുപോലെ ഈസ നബിയെ പോലെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ നബിക്ക് എന്താ? ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈസ നബിക്ക് എത്ര വയസ്സായിരിക്കും? 33 വയസ്സായിരിക്കും ഈസ നബി അലൈഹിസ്സലാമിന്. ഈസ നബി വരുന്നത് 33ാമത്തെ വയസ്സിൽ, പോയത് 33ാമത്തെ വയസ്സിൽ. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ആ ഈസ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവരും. ഇത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളോടും വിശ്വസിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നിനുമല്ല, ജൂതന്മാർ പറഞ്ഞു നഹ്നു ഖതൽനാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബിയെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണ് ജൂതന്മാർ. അവര് കൊന്നിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഈസ നബിയെ ഭൂമിയിലേക്ക് അല്ലാഹു വിളിച്ചു വരുത്തും. ക്രിസ്ത്യാനികൾ പറയും ഈസ നബി ദൈവപുത്രനാണ്, കുരിശിൽ തറക്കപ്പെട്ട ആളാണ്. ഈസ നബി ഞങ്ങളുടെ ആളാണ്. ത്രിയേകത്വത്തിൽ 3 ദൈവങ്ങളിൽ ഒരു ദൈവം ഈസ നബിയാണ് എന്ന് വാദിച്ച ക്രിസ്ത്യാനികളുടെ വാദം തെറ്റാണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കാനുമാണ് ഈസ നബി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഈ 2 മതവിഭാഗങ്ങളല്ലാതെ, ഇസ്ലാമുമല്ലാതെ ലോകത്ത് വല്ല ചർച്ചയുമുണ്ടോ?
ഈ സെമിറ്റിക് മതങ്ങളല്ലാതെ. ഇതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ശരിയാണെന്ന് ഈസ നബിയെ കൊണ്ട് പറയിപ്പിച്ച് ലോകത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശറഇന്റെ വിധി നടത്താൻ വരുന്ന നബിയാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസാ നബി ആകാശത്തേക്കാ പോയത്, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്തേ ഈസാ നബിക്ക് 33 വയസ്സന്നെ ആവുന്നത്? വയസ്സേറൂലേ? അതൊന്നും ഇനി ചോദിക്കാൻ പാടില്ല ഈ ആധുനിക കാലത്ത്. എന്തെന്നറിയോ, മേലോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു. മാത്രമല്ല, സമയം റിവേഴ്സ് സഞ്ചരിക്കുമെന്ന് കണ്ടെത്തപ്പെട്ട കാലമാണിത്. സമയം റിവേഴ്സ് അടിക്കുന്നു, സമയം ബാക്കോട്ട് സഞ്ചരിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ വചനം എന്താണ്? വമാ ഖതലൂഹു വമാ സ്വലബൂഹു. ഈസാ നബിയെ അവരാരും കുരിശിൽ തറച്ചിട്ടില്ല, ഈസാ നബിയെ അവരാരും വധിച്ചിട്ടും ഇല്ല. വലാകിൻ റഫഅനാ. ഈസാ നബിയെ നാം ആകാശത്തേക്ക് ഉയർത്തുകയാണുണ്ടായത്. ഇന്നത്തെ ഫലസ്തീനിലെ ജബൽ സൈത്തൂൻ, മൗണ്ട് ഒലീവ്, മസ്ജിദുൽ അഖ്സയുടെ അധിക പിക്ചറും മൗണ്ട് ഒലീവിൽ നിന്ന് എടുക്കുക. മേലെ നല്ല ഹൈറ്റിൽ അതിന്റെ ഏരിയൽ വ്യൂ കിട്ടാൻ മൗണ്ട് ഒലീവിലാ കയറാം. മൗണ്ട് ഒലീവ്, ജബൽ സൈത്തൂൻ, അവിടെയാണ് അവസാനമായി ഈസാ നബി അലൈഹിസ്സലാം അവിടെ തനിയായികൾക്ക് ദർസ് നടത്തി കൊടുത്തത്. ഹവാരിയീങ്ങൾ എന്ന മുതഅല്ലിമീങ്ങൾക്ക്. ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ നടക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈസാ നബി നബിയായത് വന്ന് തന്നെ ജൂതന്മാർക്ക് പിടിച്ചില്ല. പിന്നെ ഈസാ നബിക്ക് ഒരു കിതാബ് വന്ന് ഇറക്കി കൊടുത്തു, ഇഞ്ചീൽ, അതും പിടിച്ചില്ല. പിന്നെ ആഴ്ചയിലെ നമ്മുടെ ജുമുഅ പോലത്തെ അവരുടെ ആഴ്ചയിലെ പ്രാർത്ഥനാ ദിവസം ഞായറാഴ്ചയായി അള്ളാഹു മാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും ജൂതന്മാർക്ക് ദേഷ്യം വന്നു. ശനിയാഴ്ച മാറ്റി ഞായറാഴ്ച ആക്കിയതും ഞങ്ങളുടെ ആരാധന ദിവസം പോലും മാറ്റി, എന്നാ പിന്നെ ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് പാതിരാ നേരത്തെ ചൂട്ട് കത്തിച്ചിറങ്ങിയ ജൂതന്മാർ ഈസാ നബി എവിടെയാണെന്ന് ആര് പറഞ്ഞു തന്നാലും അവർക്ക് നാണയത്തുട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഈസാ നബിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ, യഹൂദ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, 30 വെള്ളി നാണയങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്തു ഈസാ നബിയെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം സൈത്ത് മലയുടെ അടുത്ത്, ഒലിവ് മലയുടെ അടുത്ത് അവിടെ തനിയായികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ഈസാ നബിയെ എഴുന്നേൽക്കണം, ദർസ് പൂർത്തിയാക്കാൻ നേരമില്ല, നമ്മൾ പോവുകയാണ്. നിങ്ങളെ വധിക്കാൻ വരുന്നുണ്ട് ജൂതന്മാർ, നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് ജൂതന്മാർ. അവർക്ക് പിടികൊടുക്കാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. നിങ്ങളുടെ ജനനം അത്ഭുതമാണ് ഈസാ നബിയെ, നിങ്ങളുടെ ജീവിതവും അത്ഭുതമായിരിക്കും. നമുക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസാ ഇബ്നു മറിയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعده اسمه أحمد. അവർ ചോദിച്ചു, ഈസാ നബിയെ, നിങ്ങൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നെന്നും പഠിക്കാനായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണമേ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, എൻ്റെ മുമ്പിൽ കിടക്കുന്ന തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും. വമുബശ്ശിറൻ ബിറസൂൽ, എനിക്ക് ശേഷം ഒരു റസൂൽ വരുന്നുണ്ട്. ഇസ്മുഹു അഹ്മദു, അഹ്മദ് എന്ന പേരുള്ള ഒരു നബി. വസുമ്മീതു അഹ്മദ, അല്ലാഹു എനിക്ക് വെച്ച പേര് അഹ്മദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവിടുത്തെ വല്ലിപ്പ വെച്ചു കൊടുത്ത പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ, അഹ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും സ്തുതിക്കുന്നവർ. ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത് ആരാണ്? മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അള്ളാഹുലേക്ക് നോക്കിയാൽ അഹ്മദാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇബാദത്ത് ചെയ്തവർ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഹംദ് ചൊല്ലിയവർ.
അതുകൊണ്ട് നബിയുടെ പേര് അഹ്മദാണ്. ലോകത്തുള്ള എല്ലാവരുടെ നാവിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വാസികളുടെ നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു പഠിപ്പിച്ച് നബിയെ മുഹമ്മദാക്കുകയാണ്. സ്തുതിക്കപ്പെട്ടവരായി അല്ലാഹു മാറ്റിയതാണ്. തങ്ങളുടെ 2 പേരാണിത്, മുഹമ്മദ്, അഹ്മദ്. ആ ഒരു മുഹമ്മദ് പ്രവാചകർ, അഹ്മദ് എന്ന നബിയുള്ള, അഹ്മദ് എന്ന പേരുള്ള മുഹമ്മദ് നബി വരാനുണ്ടെന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിഷ്യന്മാർക്ക് അവസാനം കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ പോയ നബിയ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം.